TCBയുടെ എല്ലാ പ്രേക്ഷകർക്കും പൂരസന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മൾ നല്ല തിരക്കിലായി. ആ പുറയിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അത്രയേറെ തിരക്കിലാണ് പൂരപ്രദർശന നഗരിയിലേക്ക്. തൃശ്ശൂർ നഗരം ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ഇനിയുള്ള കേവലം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കണം. അപ്പോൾ ഇന്നത്തെ പൂരസന്ധ്യയ്ക്ക് തുടക്കം കുറിക്കാം. സ്വാഗതം. അപ്പോൾ പൂരസന്ധ്യയിൽ ആദ്യത്തെ അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ്, എവിടെ നിന്ന് വരുന്നത്? ഞങ്ങളിവിടെ തൃശ്ശൂർക്കാരി തന്നെയാണ്. ஆளு சென்னை. சென்னை எங்க இருக்கு? எப்படி இருக்கு? நல்லா இருக்கு. ஃபர்ஸ்ட் டைம் வரேன். பூரம் பார்த்துருக்கா? பூரம் பார்க்கல, அது இனிமேல் 6 டேஸ்க்கு அப்புறம் தான் ஸ்டார்ட் ஆகுதுன்னாங்க. இந்த பக்கம் இந்த வாரம் ஸ்டார்ட் ஆகுது. ഇവിടെ ഈ ആഴ്ച ഉണ്ടാവില്ല, പൂരത്തിന് ഉണ്ടാവില്ല, അപ്പോഴേക്കും പോകും. ஸோ அதான் இங்கே எக்ஸிபிஷன் இருக்குன்னாங்க. சரி, அது நல்லா இருக்கு. സൂപ്പറാ இருக்கா? நல்லா இருந்துச்சு. ആൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? നമ്മുടെ തൃശ്ശൂരിന്റെ തിരക്ക് കണ്ടപ്പോ ആദ്യമായിട്ടാ കാണുന്നത്. തൃശ്ശൂർ കണ്ടിട്ടില്ല പറഞ്ഞ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ പൂരത്തിന്റെ തിരക്ക് കാണുമ്പോ പൂരത്തിന് വരാൻ പറ്റും തോന്നുന്നില്ലല്ലോ, നല്ല തിരക്കല്ലേ. എന്താ ചെയ്യുന്നേ? ഞാൻ ഐടിയിലാണ്. അമ്മ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? പൂരത്തിന് വരുന്നുണ്ടോ? പൂരത്തിനും ഇല്ല, വരുന്നില്ല. തിരക്ക് രസമല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ? അപ്പൊ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ചെന്നൈയിലുള്ള മറ്റുള്ള ആളുകളൊക്കെ പറയാറുണ്ടോ നമ്മളെ? അറിയാം, എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അവർക്ക് വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ നെക്സ്റ്റ് ടൈം കണ്ടിപ്പാ വരണം. ഓക്കെ. പേര്? രതീഷ്. പേരെന്താണ്? ഹീര. അപ്പൊ പേര് ഷീജ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം പൂരസന്ധ്യയിൽ പങ്കെടുത്തതിന്. എന്തായാലും പൂരത്തിൻ്റെ മനോഹര നിമിഷത്തിലേക്ക് വീണ്ടും ഓരോ അതിഥികൾ വരുന്നു. എന്തായാലും നമ്മൾ ആ കൂടുതൽ അതിഥികളിലേക്കൊക്കെ കടന്നു പോവാൻ ആഗ്രഹിക്കുകയാണ്. അവരിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് നമസ്കാരം ചേട്ടാ, എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കാക്കനാട്. നമ്മളെ കൊച്ചി. ആരൊക്കെയുള്ള കൂടെ? വൈഫുണ്ട്, ഞാനുണ്ട്, വൈഫിന്റെ അമ്മയുണ്ട്, എന്റെ 2 മക്കളുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാനൊരു ഡ്രൈവറായിട്ടുണ്ട് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ. ശരി. പേര്? ഇന്ദുകുമാർ. ചേച്ചി പേര്? മഞ്ജു. എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂര്? ഇച്ചിരി നടക്കണോന്നുള്ളു. അല്ലല്ല, ഞങ്ങളെല്ലാ കൊല്ലവും വരും. അമ്മയുടെ എവിടെ? തിരുവമ്പാടി അമ്പലത്തിന്റെ ബാക്കിൽ. അപ്പൊ നമ്മള് സ്വന്തം ആൾക്കാരാണ്. ശരി. ഞാൻ ചോദിക്കാതെ ഞങ്ങളുടെ തൃശ്ശൂർ, നമ്മുടെ തൃശ്ശൂർ എങ്ങനെയാണെന്ന് ചോദിക്കാതെ. അടിപൊളിയാന്ന് പറഞ്ഞത്. കാലൊക്കെ വയ്യായി മാറില്ല, ഇതല്ലേ രസം. എങ്ങനെയുണ്ട്? പൂരത്തിനുണ്ടോ? പൂരത്തിന് ഇവിടെ ഉള്ളവരുണ്ടാവില്ല, എല്ലാം പുറത്തുനിന്നുള്ളവരല്ലേ. ഞങ്ങള് വീട്ടിലിരുന്ന് കാണും. പകൽപൂരത്തിന് വരിക. പകൽപൂരത്താവട്ടെ. സന്തോഷം. അപ്പോൾ ഒരു അതിഥി കാത്തു നിൽക്കും. നമസ്കാരം. എവിടെ വരെയായി? പൂരൊക്കെ അടിച്ചുപൊളിച്ച് നടക്കണോ? എവിടെ വരെ എത്തിയിട്ടുണ്ട് പൂരം? പടിവാതിക്കൽ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷം വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. എനിക്ക് സർപ്രൈസ് കിട്ടാറുണ്ട് ഇവിടുന്ന്. ഞാൻ ഇത് കാണാൻ തന്നെ വേണ്ടി വരാറുണ്ട്. സന്തോഷം. ഈ വർഷം എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എങ്ങനെയാണ് നമ്മൾ വരുന്നത്? കല്യാണം കഴിച്ചു കൊടുത്തിരുന്ന ഇപ്പൊ തൃശ്ശൂരാണ്, കാരണം കൊണ്ട്. അപ്പൊ ഈ വർഷം ആദ്യമായിട്ട് കല്യാണം കഴിച്ചപ്പോ ഈ ഒരു വർഷത്തിലാണോ? ആദ്യത്തെ പൂരാണ്. അപ്പൊ ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ടാവും. ഇവിടേക്ക് വരും. എന്റെ വീട് അനന്തപുരത്താണ്, മോളുടെ വീട് തൃശ്ശൂരാണ്, ചെറൂര്. അപ്പൊ ആദ്യത്തെ പൂര അവരൊക്കെ എവിടെ പോയി? അവര് വരും ആവശ്യങ്ങൾക്ക്. ഫോട്ടോഗ്രാഫറാണ്. ശരി. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, പൂരത്തിന് കണ്ടുകൂട്ടാം. ഓക്കെ. പേര് പറഞ്ഞു? റീന. ഓക്കെ. അപ്പൊ ആനന്ദപുരത്ത് റീനേച്ചിയാണ് വന്നത്. അപ്പൊ നമസ്കാരമുണ്ട്. എവിടെന്നാ വരണ്ടേന്ന് ചോദിക്കണില്ലേ? എവിടെയാണ്? ഒല്ലൂരിന്ന്. ആരൊക്കെയാണ് കൂടെ ഉള്ള? സൗമ്യ. അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. എങ്ങനെയുണ്ട് പൂരത്തിന്റെ? നല്ല വൈബാണ്, അടിപൊളിയാണ്. ഉഷാറാണ്. പൂരാഘോഷിക്കുക. നമസ്കാരം ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞങ്ങള് തൃശ്ശൂർ ജില്ലയുടെ പുന്നൂർക്കുളം. ആരൊക്കെയുള്ള കൂടെ? വൈഫ്, എല്ലാവരും ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് എക്സിബിഷനൊക്കെ? ലെവലാണ്. പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വെടിക്കെട്ടിന് വരില്ല, കുടമാറ്റത്തിന് വരും. അത് വരും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഒരു പ്രാവശ്യം വെടിക്കെട്ടിന് വന്നിട്ട് വൈകേണ്ട ഏകദേശം വരാറില്ല. കുടമാറ്റം എന്തെങ്കിലും കാണാൻ വരും? കുടമാറ്റം കാണാൻ വരും. ഉഷാറാവട്ടെ. ചേട്ടാ പേര്? റസിയ. മച്ചാനെ എങ്ങനെയുണ്ട്? എന്തൊക്കെ വാങ്ങിക്കൂട്ടി? ഒന്നും വാങ്ങിയില്ലേ കാര്യമായിട്ട്? എന്തായാലും പൂരം സന്ധ്യയിലെ നിമിഷത്തിലേക്ക് നമസ്കാരമുണ്ട്. എവിടുന്ന് വരുന്ന എല്ലാവരും? തലൂര്. ആരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാ. പേര്? ആരാധ്യ. ഒന്നും വാങ്ങിയില്ലേ?
ആ വാങ്ങിയതേ ചേട്ടൻ്റെ കയ്യിൽ. ആ അവിടെ ഉണ്ടല്ലേ. ഇങ്ങനെ പൂരത്തിന് വരാറുണ്ടോ? ആ വരാം. ശരി, നമ്മുടെ പൂരത്തിനെ നമ്മൾ ഒഴിവാക്കൂല്ലോ അല്ലേ? നമ്മൾ പഠിക്കുവാണോ? എത്രയില്ല? 7. പാട്ട് പാടാൻ അറിയോ? രണ്ടുപേര്? ആ രണ്ടുപേര് ഞങ്ങളുടെ TC ഇവിടെ പരിചയപ്പെട്ടിട്ട് പോവാം. TC ഇവിടെ പാട്ട് പാടാമോ? ഇല്ല. അപ്പൊ സന്തോഷം. എന്തായി വിശേഷങ്ങളൊക്കെ? ഇന്നലെ കണ്ടോളൂ, അപ്പൊ ഞാൻ പറഞ്ഞോളൂ നാളെ നമ്മള് പോകുമ്പോ കാണാം. നമ്മള് പോകുമ്പോ കാണുവാ പോകുന്നു. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ മുന്നിൽ വന്ന് പെട്ടിരിക്കുകയാണ്. പേര് വിട്ടുപോയി. പേര് ആശ. ആശ. എവിടെ സ്ഥലം എവിടെയാ? ചേർപ്പുകാരാണ്. ചക്കരയുടെ പേരെന്താണോ? പേര് പറയും. ഏതാണ്? നിതിന. ഓക്കെ. ചേച്ചി പേര്? അപർണ. എങ്ങനെയുണ്ട്? എത്ര മണിക്ക് കയറിയിട്ടുള്ളേ? 2 മണി 3 മണി. ഓ 2 മണിക്ക് കയറി. അപ്പൊ രണ്ടുപേരും ഉള്ളൂ. മോനെ ഇവിടെ മറ്റേ റോവേഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് റൗണ്ട് അടിച്ച് പോകുന്നു അല്ലേ? അപ്പൊ നമുക്കറിയാം ചേർപ്പെന്ന് പറയുമ്പോ അറിയാം പൂരങ്ങള് വേറൊരു പൂരത്തിന്റെ വൈബിന്റെ നാടാണ്. പൂരത്തിന് വരാറുണ്ടല്ലോ അല്ലെ? ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? എല്ലാം ഇഷ്ടമാണ്. എന്നാലും എടുത്തു പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ കുടമാറ്റാണ്. ആ സമയത്ത് എവിടെ നിൽക്കാറ്? ആള് ഇവരുടെ അച്ഛനുള്ള കാലത്തെ ആളിപ്പോ മസ്കറ്റില്ല. അന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ടാ കാണാ. ഞാൻ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൂരങ്ങൾ കാണുന്നത്. അന്ന് ഏറ്റവും ആൾക്ക് ഭയങ്കര ഇതാണ്. ഇപ്പോഴാൾക്ക് അവിടെ ഇതാണ്. അവിടെ ഇരിക്കാൻ പറ്റണ്ടാവില്ല. ഒരു പക്ഷേ ഇത് കാണുമ്പോ ആള് തോന്നും അല്ലേ? ലീവ് ഒന്നും കിട്ടില്ല. ഇല്ല, അങ്ങനെ പൂരത്തിനെന്ന് പറഞ്ഞിട്ടൊന്നും ലീവ് കിട്ടില്ല. അത് ഞാറാട്ടുകൂടെയും ചേർപ്പ് ഒന്നും വരാറില്ല. അല്ല, ആൾക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ആള് ഓണത്തിന്റെ സമയത്താ പോയത്. അപ്പൊ അതിനനുസരിച്ച് ലീവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചേച്ചി എന്താ ചെയ്യണേ? ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുകയാണ്. ശരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുടുംബകാര്യങ്ങളായിട്ട് പോകുന്നു അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. പൂരം വൈബാവട്ടെ. കണ്ടുപിട്ടോ. ഒരുപാട് സന്തോഷം. എവിടെ നിന്ന് വരുന്നേ? ഗുരുവായൂർ. ഓക്കെ. പേര്? അനു. പഠിക്കണോ? ഏതെല്ലാണ്? 9. ജ്യോതി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വൈബത്തിയോ? ഉഷാറാണ്. എല്ലാ വർഷവും അതുപോലെ തെറ്റിച്ചില്ല. ഈ വർഷം നേരത്തെ പിന്നെ ഇന്ന് അവധിയൊക്കെ സ്വാഭാവിക കുറച്ച് തിരക്കണ്ടല്ലേ? എന്താ ചെയ്യണേ? ഞാൻ ഷെഫാണ്. എവിടെ? നാട്ടിലാണോ? കോഴിക്കോട്. കോഴിക്കോട്. അപ്പൊ പ്രവാസിയായിരുന്നോ? ആയിരുന്നു. നാട്ടിൽ സെറ്റിലായി. ഏറ്റവും ഇഷ്ടപ്പെട്ട പാചകം ഏതാണ് ചെയ്യുന്നത്? വെജാണോ നോണാണോ? ചെയ്യുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട. അല്ല, വെജിലാണോ കൂടുതൽ? അതേ നോൺ വെജാണ്. നോൺ വെജ് കോഴിക്കോടിന്റെ ഒരു പൾസ് എന്ന് പറയുന്നത് ബിരിയാണി അല്ലേ കൂടുതലായിട്ട്? അവരുടെ അതില് കുറെ വെറൈറ്റികൾ നോക്കാറുണ്ട് അല്ലേ? എനിക്ക് സ്വാഭാവികമായിട്ടും ഈ കോഴിക്കോട് വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കലിൽ ബിരിയാണി വേറെ ലെവൽ ബിരിയാണി. പിന്നെ അവിടുത്തെ ഐക്കൂറ ഫ്രൈ. പിന്നെ കോഴിക്കോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് വെറൈറ്റി അല്ലേ? സീ ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. അല്ല, സീ ഫുഡിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഐക്കൂറയാണ്. ഐക്കൂറ ഒരു ഭയങ്കര ഒരു ടേസ്റ്റി സാധനമാണ്. എത്ര നാളായി രംഗത്ത്? ഞാൻ 25 വർഷമായി. 25 വർഷമായി. ആരാണ് ആ ഭാഗ്യവതിയായ ഭാര്യ? അതാ ഞാൻ ചോദിച്ചത്. രണ്ടുപേരെയും കാണുമ്പോഴത്തേക്കും അപ്പൊ ഭാഗ്യവതിയായ ഭാര്യ അനുചേച്ചി ഇത്ര സുഖകരമായി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ അടുക്കളയിൽ കയറി. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ആളിങ്ങനെയായിരുന്നു. ഷെഫായിരുന്നോ? അല്ലേ? ആദ്യം ആ പിറ്റേ ദിവസം ചായ വെച്ചോണ്ടോന്ന് ആരാണ്? ചേച്ചിയാണ് വെച്ചത്? ആളാണ് വെച്ചത്? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടോ, രസാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു വിശേഷ ദിവസത്തിൽ ഒത്തുകൂടുമ്പോ പാചകം ചെയ്യുമ്പോ അല്ലേ? അതിൽ നളപാചകത്തിന് പ്രത്യേക രുചിയാ. അത് ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേ? മോളെ പഠിത്തം എങ്ങനെ പോണു? കുഴപ്പമില്ല. ഇനി 10ാം ക്ലാസ്സിലേക്കാണോ അതോ 9ലേക്ക്? ചേച്ചി വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും? ഒന്നുമില്ല, സ്വസ്ഥം വരണം. ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യണം. നാട്ടിക പഞ്ചായത്തിൽ. ഓ ശരി. ഓഫീസിലാണോ വർക്ക്? ഓഫീസിലോ? അപ്പൊ ഇനിയിപ്പോ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയല്ലോ, തിരക്കായില്ലോ അല്ലെ? ഉഷാറായി വരുന്നു അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ പൂരത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? പൂരത്തിന് വരാറുണ്ടോ? പതിവുള്ള ഞങ്ങൾ എല്ലാ വർഷവും രാവിലെ മുതൽ സമയ പ്രദർശനത്തിന് പ്രാധാന്യമില്ല, വരാറില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ലീവിനെത്തി പറ്റുന്നതിനനുസരിച്ചാണ്. ഇപ്പൊ ലീവ് ഉണ്ടോ ഈ വർഷം? ലീവില്ല. സത്യമാണ്. ആ കോഴിക്കോടുള്ള പ്രിയപ്പെട്ട ഹോട്ടലിന്റെ ഉടമസ്ഥനെ നിങ്ങളൊന്ന് കാണൂ, ഞങ്ങൾക്ക് ഒരു ദിവസം ലീവ് തരൂ അല്ലേ? പറഞ്ഞാലോ? ഇപ്പൊ എങ്ങാനും അവിടെ ലീവ് ഉണ്ടല്ലോ അല്ലേ? അവിടെ ലീവ് ഉണ്ട്, പക്ഷെ ഞങ്ങള് തനിയെ വരില്ല. ആളാണ് ഹെഡ്. ഞാൻ ഈ പാചകക്കാരനോട് ചോദിക്കണം, പുറത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയൂ ഇതങ്ങോട്ട് പോരാ, ടേസ്റ്റ് ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഒരു പാചകക്കാരനായതുകൊണ്ട് മറ്റുള്ള ഹോട്ടലിൽ കയറി കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിനെ ഇത് വിമർശിക്കാറോ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കാറുണ്ടോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതെ, ഞാൻ ചോദിച്ചു. എന്നാലും നമ്മൾ നിരീക്ഷിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മള് വെറൈറ്റികൾ നോക്കുമല്ലോ, ചെയ്യാറുണ്ടല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. വീട്ടിലല്ല, ഞങ്ങൾ വേറെ കടയിൽ പരീക്ഷിച്ച്.
ഭാഗ്യവതിയായ ഭാര്യയെ ഇങ്ങനെ സുഖമായിട്ട് പോകാലോ അല്ലേ? എന്തായാലും സന്തോഷം, പരിചയപ്പെട്ടതിന് ഒത്തിരി സന്തോഷം. പൂരം അടിച്ച് പൊളിച്ച് തകർക്കുക, ആഘോഷിക്കട്ടെ കേട്ടോ. പാട്ടോടെ അറിയോ? ഇല്ല. അപ്പൊ എന്തായാലും സന്തോഷം. നമസ്കാരമുണ്ട്. പേര്? അർച്ചന. എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? വല്ലച്ചിറ. വല്ലച്ചിറ, നമ്മുടെ സ്വന്തം നാട് അല്ലേ? പേര്? ശ്രീലക്ഷ്മി മനോജ്. അനുശ്രീ. ശ്രീഹരി. ശ്രേയ. രചിത. എന്താ ചെയ്യണ്ടോ? എന്താ ചെയ്യണേ? വർക്കിണു. പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് തോന്നുന്നു. അഭിനന്ദ്. 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 പേര്? പേര് മഞ്ജു. ഈ ചെറിയ പേരെന്താ? ധ്രുവദേവ്. ആദിത്യ. ദിവ്യ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ തിരക്ക്? ഇവിടെ കൊറിയയിൽ പേര് പറഞ്ഞില്ലേ? പറഞ്ഞോ? പൂരത്തിന്റെ തിരക്കോടെ വരെ അടിപൊളി തിരക്ക്. തിരക്കൊന്നും ആയിട്ടില്ല തോന്നുന്നു. ഇതിപ്പോ ആദ്യത്തെ റൗണ്ടാണോ? ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടാണ്. ആദ്യത്തെ റൗണ്ടാണ്. ഇനിയിപ്പോ എത്ര വർഷം വരാൻ സാധ്യതയുണ്ട്? അയ്യോ മതിയായി. പിള്ളേരും കൊണ്ട് വന്ന് കാശ് മൊത്തം ചെലവായി. ചെലവാവിടെ കാശ് മൊത്തം ചെലവായി ടെൻഷൻ അടിക്കുന്നു. വല്ലപ്പോഴും ഭയങ്കര രസമുണ്ട് കാണാൻ. എൻജോയ് ചെയ്യാനുള്ള നല്ലോണം കാണാനുണ്ട് പ്രാവശ്യം. തീർച്ചയായിട്ടും. അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സമയം, നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയം നമ്മൾ എൻജോയ് ചെയ്യണം. പ്രത്യേകിച്ച് വല്ലച്ചറക്കാര് അല്ലവനെ അല്ലേ? പക്ഷെ എന്നാലും സാമ്പത്തികം ഒരു നല്ലൊരു രസം. വരാറുണ്ടോ? വരാറില്ലേ? ഈ പ്രാവശ്യം വരണുണ്ടോ? ഇപ്രാവശ്യം വരണം ആഗ്രഹമുണ്ട്. മോള് കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പൂരത്തിന്? വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും വരിക. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ നിങ്ങളുടെ ആ നാട്ടിലൊക്കെ വലിയ വലിയ ആഘോഷങ്ങളുള്ള നടക്കല്ലേ? ചാത്തൻകുളം ക്ഷേത്രമൊക്കെ ഉള്ളതല്ലേ? ഞങ്ങൾ ഇവിടെ അടുത്താ. നിങ്ങളെവിടെയാ? ഞങ്ങള് ഇവിടെ പാലക്കിലാണോ? അപ്പൊ വലസർക്കാരുടെ അടുത്തേക്കോ? വലസരല്ലേ? എന്റെ വീട് ഇവിടെ അരിമ്പൂരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെ ഫ്രണ്ട്സ് വന്നതാണ്? എന്തായാലും എൻജോയ് ചെയ്യാ, അടിച്ചു പൊളിക്കാം. ഒരുപാട് കാണാനുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഞങ്ങള് രാവിലെ വന്നിട്ടുള്ളതാ. രാവിലെ കഴിച്ചു. ഫുഡ് കഴിച്ചു പുറത്തുനിന്ന്. എന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം കയറിയതാണ്. കൊറേ എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. ഇത് ഈസ്റ്റേന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചതാ. മോനെ പഠിക്കുന്നുണ്ടാ? എത്രയിലാണ്? ആറിലേക്ക്. ചേച്ചി ജോലിയിലുണ്ടോ? അപ്പൊ എല്ലാരും ഹാപ്പി പൂരം. എന്തായാലും പൂരത്തിന് കാണാം, ആസ്വദിക്കാം കേട്ടോ. നിറഞ്ഞ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഓരോ ആളുകളിലേക്ക്. നമസ്കാരമുണ്ട് ചേട്ടാ. ആരൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് പഴയന്നൂര്. ചേലക്കര പഴയന്നൂരിൽ നിന്ന് എപ്പോ പോന്നു? ഞങ്ങള് ഉച്ചയ്ക്ക് വന്നു. പേര്? പ്രതീഷ്. നമസ്കാരമുണ്ട്. ചേച്ചി പേര്? രേഷ്മ. അനക. എത്രയല്ല അനക? 3. ആഗ്ന. എത്രയിലേക്കായി? 7ലേക്ക്. ഇനി 7ലേക്കാണോ? മോളോ? ശ്രീലക്ഷ്മി. എത്രയിലേക്കാ? 4ാം ക്ലാസ്സിലേക്ക്. എങ്ങനെയുണ്ട് ചേട്ടാ പൂരത്തിന് വരാറുണ്ടോ? ഞാൻ ചോദിക്കണത് പ്രത്യേകിച്ച് ആ നാടില് ഒരു പ്രത്യേകതകളുണ്ട്. ചേലക്കര പാലഭാഗത്തൊക്കെ ഭയങ്കര ഗംഭീര സ്ഥലങ്ങളാണ് അല്ലേ? വാഴാലിക്കാവ് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം അല്ലേ? വേറെ ലെവൽ. പോകാറുണ്ടല്ലേ? അവിടെ അടുത്ത് തന്നെയാണോ? അവിടെ അടുത്ത് തന്നെയാണല്ലേ? അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നല്ല രസമല്ല വൈകുന്നേരം പോയി? അടിപൊളി സ്ഥലം. എന്താ ചെയ്യണേ? ബ്യൂട്ടി പാർലർ. ഓ ശരി. സുന്ദരികളൊക്കെ ആക്കുകയാണല്ലേ? ചേച്ചികളെ ജോലിയുണ്ടോ? ഇല്ല. പൂരത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ? പൂരത്തിന് വരാറുണ്ട്. വൈഫ് ഹൗസ് തൃശ്ശൂർ തന്നെയാണ്. നേരത്തെ പോരും. നേരത്തെ കിടന്നുറങ്ങാനും താമസിക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ള സ്ഥിതിക്ക് നേരത്തെ എത്തും. ഈ പ്രാവശ്യം എങ്ങനെ പ്ലാൻ ഉണ്ടോ? അല്ല ഈ പ്രാവശ്യം അവിടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ തന്നെയാണ്. അപ്പൊ എന്താണ് ഹസ്ബൻഡിന്റെ വേണ്ടി വരുമ്പോൾ പ്രത്യേകമായി പാചകം ചെയ്യുന്നത്? അതൊക്കെ അടിപൊളിയായിരിക്കും. എല്ലാം സെറ്റാവുമല്ലോ അല്ലേ? ശരി. അപ്പൊ എല്ലാവരും ഉഷാറാവട്ടെ, സന്തോഷമാവട്ടെ. ഹാപ്പി പൂരം. നമസ്കാരം ഉണ്ട്. എല്ലാരും കാത്തു നിൽക്കും അല്ലേ? കണ്ടിട്ടുണ്ട്. എവിടെയാ കണ്ടിരിക്കുന്നേ? സീരിയലിലോ? ടിവിയിൽ കണ്ടല്ലേ? അമ്മയുടെ പേര്? കാർത്തു. എവിടെന്ന് പറഞ്ഞേ? അമ്മാടെ കോടന്നൂർ എന്നാണ്. ചേച്ചി പേര്? ജയന്തി. എന്ത് ചെയ്യണേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഹാപ്പി അല്ലേ? അത് മതി. പേര്? നിയ കൃഷ്ണനുണ്ണി. ഓക്കെ. ജിനിത. ചെറുതിന്റെ പേരോ? നിവ കൃഷ്ണനുണ്ണി. നീതു. ചെറുതോ? അദ്രിത. അപ്പൊ എങ്ങനെയായി നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ? അമ്മ ഒന്നും വാങ്ങിയില്ലേ? അതെന്താ? എന്ത് പരിപാടി? അമ്മേനെ കൊണ്ടുവന്നിട്ട് നല്ല രസമല്ലേ അമ്മ? ഒത്തിരി സന്തോഷം. നാളെ നേരിട്ട് കണ്ടപ്പോ അല്ലേ?
ഓ സന്തോഷം. ഈ ഒരു സ്നേഹത്തിന്റെ വഴിയുടെ കാര്യം വെള്ളത്തിന്റെ കാര്യം ഒക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അമ്മ. നമ്മളെ ഇങ്ങനെയൊക്കെ നേരിട്ട് നിങ്ങൾ കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മളൊക്കെ കുടുംബത്തിലെ അംഗങ്ങളാണ്. സ്ഥലം ശരിക്കും തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. എന്റെ സ്ഥലം മരൂട്ടിച്ചാലാണ്. അറിയോ? ആ അപ്പൊ തൊട്ടടുത്താണല്ലോ നമ്മള് പറഞ്ഞു. നമ്മളെ അയൽക്കാരായി. അപ്പൊ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. പിന്നെ എന്താ പരിപാടി? എന്താണ് പൂരത്തിന്റെ പരിപാടി? എന്താ അല്ല ഈ പ്രാവശ്യം എങ്ങനെയാണ്? വരാറുണ്ടോ? വരാറുണ്ട്. നമ്മുടെ പകൽപൂരത്തിന് അല്ല അവിടെ ഞങ്ങളുടെ സ്വസ്ഥമായിട്ട് കാണും. ആ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് അങ്ങ് പോവും. പിന്നെ അതെ, ആരും ഗെയിം കളിക്കാൻ പോയില്ലേ? ഗെയിം കളിച്ചില്ലേ? കളിച്ചോ? വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. വേണ്ടാന്നേ, നമ്മൾ പങ്കെടുക്കുക. അതാണ് ഒരു രസം കേട്ടോ. പാട്ട് പാടാൻ അറിയാം ആർക്കെങ്കിലും? രണ്ടുപേരും പാട്ട് ഇല്ല. അപ്പോൾ ഹാപ്പി പൂരം. സന്തോഷം കേട്ടോ. വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് ഓർക്കുക. കാണാട്ടോ. സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ഓരോ അതിഥികളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ കുറച്ച് അതിഥികൾ നമസ്കാരമുണ്ട്. പോവാൻ വരട്ടെ. ഞാൻ ഇവൻ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഓടി ഇങ്ങ് വന്നതാ. മച്ചാനെ പേരെന്താ? ആരോൺ. എവിടെന്ന് പറഞ്ഞേ? മരത്തങ്കോട്. ആ ഇവിടെ തൊട്ടടുത്ത് തന്നെ. കുന്നംകുളം മരത്തങ്കോട് അല്ലേ? എന്താ ചെയ്യണം? പഠിക്കണോ? എത്രയിലായി? 8ല്. ഇനി 9ലേക്കല്ലേ? ഇനി 8ലേക്ക്. ആ ഓ യെസ്. ചേച്ചി പേര്? അഞ്ജലി. എന്താ ചെയ്യണേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. സ്വസ്ഥം ഗ്രഹ ഭരണം. അമ്മ എന്താ മിണ്ടാണ്ടിരിക്കണേ? പേര് ജെസ്സി. ആ വീട്ടില് പണിയെടുക്കാൻ. വീട്ടിലെ പണിയിലൊക്കെ എടുത്ത് ഇങ്ങനെ കഴിയിരിക്കുക. മച്ചാനെ? അൻപിൻ. എത്രയിലായി? ഇനി 10ക്ക് ചാടും. ഈ വർഷം 10ലാണോ? അല്ല ഇനി 10ക്ക്. ഇനി 10ലുണ്ട്. ചേച്ചി പേര്? ബിൻഷ. എപ്പോ കയറി ചേച്ചി? ഇപ്പൊ ചെറുതിന്റെ പേരെന്താ? അരാമിയ. ഭയങ്കര പേരാണല്ലോ. ഒരു മീനൊരു പേരുണ്ടല്ലോ. അതൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ശരിക്കും അർത്ഥം എന്താ? അരമിയ ഭാഷയെന്ന് അങ്ങനത്തെ ഒരു മാച്ചിനോട് കൂടിയിട്ട് എടുത്ത പേരാണ്. ആ ഒരു പേരിനോട് ചേർന്നല്ലേ? അപ്പൊ എന്തായാലും വെറൈറ്റി പേരാവട്ടെ. പിന്നെ നമ്മുടെ പൂരത്തിന്റെ എങ്ങനെയാണ്? വരാറുണ്ടോ? ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? മക്കളുള്ള കാരണം പൊതുവെ എക്സിബിഷൻ നമ്മള് വിട്ടില്ല. അത് എല്ലാ വർഷവും നമ്മളുള്ളതാണ്. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? വേറെ ഗംഭീരാണോ? കുഴപ്പമില്ല. 3Dയിലൊക്കെ കയറി പൊളിച്ചു. എല്ലാവരും മാക്സിമം കയറി അടിച്ചു പൊളിച്ചു. അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. ഇവിടെ വന്ന് ചിറ്റി അടിച്ച് പോവാനായിട്ട് കിട്ടും അല്ലേ? എൻജോയ്മെന്റ് ഒക്കെ. അമ്മ ഒന്നും വാങ്ങി തന്നില്ലേ? എവിടെ എന്തൊക്കെയാ മേടിച്ചു തന്നെ? കൊണ്ടുപോന്ന് മേടിച്ചില്ലേ? ബസ്സിലല്ലേ പോണത്. അന്നാലും രസമല്ല നമ്മളെ അടുക്കളയിലേക്ക് ആ വഴി പോകുമ്പോ ഒരു 2 കത്തി. അച്ചാറില്ലാതെ എന്ത് ഇല്ലേ? എന്തുകൂണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കുറെ വെറൈറ്റി കിട്ടും കേട്ടോ. നമ്മളെ എത്രയൊക്കെ ആണെങ്കിലും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. അല്ലമ്മ, നമ്മളെത്ര അച്ചാർ പൊടിയിട്ട് എത്ര ഭംഗിയായിട്ട് വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ വീട്ടിൽ വെച്ച് കറിക്കുന്ന രസം കറി. അതാണ് ഈ പുറത്തുനിന്നുള്ളത്. നമ്മൾ ഈ ഹോട്ടലിൽ കയറി കഴിക്കണ കുഴപ്പം. എന്തായാലും ഒത്തിരി സന്തോഷം. പരിചയപ്പെട്ടതിനും കണ്ടതിനൊക്കെ പൂരം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? ഞങ്ങൾ ഇന്നലെ ടിവിയിൽ കണ്ടു. അതുകൊണ്ടാണ് വേറെ ചിരിച്ചത്. അപ്പൊ ഇവിടെ പറഞ്ഞോ ടിവിയിൽ അങ്ങനെ മൊത്തം ആവശ്യം കണ്ടു. എന്നിട്ട് അവിടെ ഒരു പരിപാടി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അതാണ് വ്യത്യാസം. നമ്മളിപ്പോ ഇവിടെ നന്നായിരിക്കട്ടെ. സന്തോഷം. അമ്മ കാണാറുണ്ട് ടിവിയിലൊക്കെ. അവിടെ ഏതാ നിങ്ങളെ പള്ളിയൊക്കെ ഏതാ? അവിടെ ഞങ്ങള് ചാക്കപ്പെട്ടാണ്. മരത്തങ്കോടുണ്ടോ? മരത്തങ്കോട് ഞങ്ങൾക്ക് ആർത്താറ്റി സിംഹാസന പള്ളി വരും. ഓ വലിയ പള്ളിയാണ്. ഇപ്പൊ വലിയ പള്ളിയാണ്. ഓ ശരി. അവിടെ നമ്മുടെ പെരുന്നാള് ആന വല്ലേ? മരത്തങ്കോട് പെരുന്നാൾ ഉഷാറാണല്ലോ. ഗംഭീര സംഭവമാണ്. അവിടെ വലിയ പരിപാടിയാണ്. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. ഓ അടിപൊളി പെരുന്നാളാണ് എന്തായാലും. അല്ലെങ്കിൽ കുന്നംകുളം വേറൊരു വൈബാണല്ലോ. നിങ്ങളുടെ വേറൊരു ലെവൽ. അത് വ്യത്യാസമുണ്ട്. പെരുന്നാൾ വൈബാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബാൻഡ് സെറ്റ് മാത്രം മതി. പിന്നെ എല്ലാവർക്കും അടിപൊളി സെറ്റോളല്ലേ. പിന്നെ നിങ്ങളുടെ അച്ചപ്പം കൊള്ളപ്പം അത് വേറെ അല്ലെ? അച്ചപ്പം കൊള്ളപ്പം ചീപ്പുണ്ടാവും. അതാണ് എന്റെ കാര്യം. അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം അറിയുകയാണെങ്കിൽ കുന്നംകുളത്തേക്ക് ഒരു സമ്മാനം കൊണ്ടുപോവാം. ഓക്കെ, റെഡി ആയിക്കോട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്റെ പൊന്നേ അടിച്ചിരിക്കണു. സമ്മാനം അടിച്ചിരിക്കണു. ഇന്നലെ TV ഇരുന്ന് കണ്ടതിന് ഗുണം കിട്ടി.
പപ്പ ഇന്നലെ ടി വി ഇരുന്ന് കുത്തി പിടിച്ചിരുന്ന് കണ്ട് പഠിച്ച് പാസ്സായി വന്നേക്കാം. പപ്പയുടെ പേര് പറഞ്ഞേ പോൾസൺ. അപ്പൊ പോൾസൺ ചേട്ടൻ്റെ ഈ കൃത്യമായിട്ട് പൂരസന്ധ്യ എല്ലാ എപ്പിസോഡും കാണുന്ന ആളാണ്, പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ചോദിച്ചത്. ആന വിട്ടിട്ട് എന്ത് കളി അല്ലേ, ഒരു കളി. അപ്പോ നമുക്ക് പപ്പ വേറെ ലെവലാണ്. പപ്പ അങ്ങനെ പപ്പ വേറെ ലെവലേ. ഇന്ന് പപ്പയുടെ ചെലവ്. പേര് പറഞ്ഞേ. കുന്നംകുളത്തിന്റെ അഭിമാനമായ പോൾസൺ ചേട്ടൻ ആന എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഗംഭീരമായി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. കൂടെ വന്നിരിക്കുന്ന ഒരു പോൾസണം മേടിച്ചു കൊടുത്താൽ മതി. അങ്ങോട്ട് വെച്ചോ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം അങ്ങോട്ട് വെക്കും. കിടിലൻ സമ്മാനം എടുക്കുന്നത്. അപ്പൊ ഇന്ന് പോൾസൺ ചേട്ടന്റെ വക എല്ലാവർക്കും മസാല ദോശ ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ടാവോ? അത് കേട്ടില്ല, അത് കേട്ടില്ല. ഇല്ല, അത് കമ്പിളി പതുപ്പാ. ഇന്ന് പോൾസൺ ചേട്ടന്റെ വക എല്ലാവർക്കും മസാല ദോശ ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ടാവോ? എന്നെ പറ്റിക്കരുത്, എന്നെ ഓടിച്ചിട്ടിരിക്കും. ഉറപ്പല്ലേ അമ്മ? സന്തോഷായില്ലേ? ഇതാണ് നമുക്ക് ഒന്ന് കാണുക, ഇതുപോലെ ഒന്ന് പങ്കെടുക്കുക, സംസാരിക്കുക. ഇതാണ് നമ്മുടെ അല്ലേ. ഇനിയിപ്പോ അടുത്ത വർഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ ഒത്തിരി സന്തോഷം. ഒരു ഹാപ്പി പൂരം കൊടുത്തേ. അങ്ങനെ പൂരം സന്ധ്യയിൽ വലിയൊരു കൂട്ടം വന്നിരിക്കുകയാണ്. വലിയ ആൾക്കാരാണ്. എവിടെ നിന്ന് വന്നിരിക്കുന്നത് ചേട്ടാ? നടത്തറ. പേര് പറഞ്ഞോ? അബി. അമ്മ പേര്? ജെസ്സി. ആരോൺ എത്രയിലായി? 7ലേക്ക്. ഞാൻ 5ലേക്ക്. ചേച്ചി പേര്? സനില. ഇന്നലെ ജോലി കാര്യങ്ങള്? ബാങ്കില്. സണ്ണി. ഇന്ന് മൊത്തം ഇതിന്റെ ചെലവിന്റെ ആളാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആക്കി കൊടുത്തോളാം. പേര്? ജോലി വല്ലോ? ടീച്ചറാണ്. അപ്പൊ ഇവരെ തന്നെ മേക്കിന്റെ ടീച്ചറാണ്. പേര്? സേറ. ലിയ. സൂപ്പറാണല്ലോ. ജോവാന. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു റൗണ്ട് അടിക്കാൻ വന്നിരിക്കുകയാണ്? ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ? ഫസ്റ്റ് റൗണ്ട്. നമ്മള് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ 1-2 പ്രാവശ്യമൊക്കെ വന്ന് പോകണത് നമ്മുടെ സ്വഭാവക്കാർ അല്ലേ. പൂരം നമ്മൾ ഈ എക്സിബിഷൻ നമ്മൾ ഒരു പ്രാവശ്യത്തിൽ ഒന്നും ഒതുങ്ങില്ലേ? ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കും 1-2 വട്ടം അല്ലേ? അങ്ങനെയാണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് പൂരത്തിന് വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ എങ്ങനെയാ? ആലോചിക്കണം. വരണമെന്നാണ് ആഗ്രഹം. പകൽപൂരത്തിനാണ് എത്താറ്. ശരിക്കും വെടിക്കെട്ടുകളാണ് ഞങ്ങളുടെ വെടിക്കെട്ട് കാണാനാണ് വരാറ്. സാമ്പിളും പിന്നെ പുലർച്ചെയുള്ള വെടിക്കെട്ട്. ഇവരൊക്കെ എത്തിക്കാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. ആരാ വന്നതില് കഴിഞ്ഞ പ്രാവശ്യം? എങ്ങനെയുണ്ടായിരുന്നു? തകർത്തു വൈബ്. ക്ലാസ്സിൽ പോയിട്ട് അവരോടൊക്കെ പറഞ്ഞോ? ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ? എന്താ പറഞ്ഞ? ഞാൻ വെടിക്കെട്ട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല നീ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചില്ല, അവര് പറഞ്ഞു. അവസാനത്തെ കൂട്ടപ്പെട്ടലിന്റെ സമയത്ത് എന്തായി? മമ്മീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാ പേടിച്ചു പോയിട്ട് ഇല്ലേ? അടിപൊളിയല്ലായിരുന്നു. ഈ പ്രാവശ്യം വരണ്ട? ഈ പ്രാവശ്യം പപ്പയോട് മമ്മിയോട് പറയാ വരണെന്ന് തന്നെ പറയാ. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ തിരക്കൊക്കെ ആയോ? പണ്ട് ചെറുപ്പത്തിലേക്ക് ഇതുപോലെ വരാറുണ്ടോ? ഇവിടെ ആണെന്നോ? കണ്ടോ, അതാണ് കാര്യം. അന്ന് ഇതുപോലെ തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നു അല്ലേ? അന്ന് രസമാണ് അല്ലേ? ഇപ്പൊ ഏറ്റവും ഇഷ്ടം ഏതാ? വെടിക്കെട്ടാണോ ഇലഞ്ഞിത്രമേള? എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം? വെടിക്കെട്ടാണ്. അത് വിട്ടുകളയില്ല. ആ ഇഷ്ടം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. രാത്രി 3 മണിക്ക് രസാണല്ലോ അല്ലേ? അവിടെ പൂരം കണ്ടിട്ടുണ്ടോ? വന്നിട്ട് ഈ പ്രാവശ്യം എങ്ങനെയാ? ആഗ്രഹമുണ്ട്. വരാറുണ്ടോ? ടീച്ചറെ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ? എന്ത് പറയണു? സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. വെക്കേഷൻ വേറെ പോയോ? വെക്കേഷൻ ഞങ്ങൾ ഇങ്ങനെ ചെറിയ കറക്കങ്ങളൊക്കെ സിനിമ കാണല്ലേ. ഇവരെ പറ്റിക്കാനുള്ള ഉദ്ദേശം വേണ്ട. ഈ ചെറിയ കറക്കങ്ങളിൽ ഒതുക്കിയിട്ട് വലിയ കറക്കത്തിലേക്ക് പോവാം. ഇനി അതിൽ നാളിൽ 1 മാസമല്ലേ ഉള്ളൂ. ഏത് സ്കൂളാണ് പഠിപ്പിക്കുന്നത്? ഞാൻ കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിലാണ്. അപ്പൊ ഒരുപാട് വലിയ കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണ്. അപ്പൊ ഇതിലാരാ പാട്ട് പാടാൻ അറിയണത്? ഒരു പാട്ട് പാടി. ഓക്കെ. ആദ്യം ഞാൻ വേണ്ട, ഞാനിവിടെ ഉണ്ട്. പാടിക്കും. അറിയാവുന്ന ഒരു പാട്ട്. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ
കാളിക്കണ്ണാല് തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. അവർ കൈയടിച്ച എല്ലാവരും മിടുക്കി കുട്ടി. ഇനി ഇതിൽ ആരെങ്കിലും പാടുപാടാൻ അറിയോ? ഇല്ല. അപ്പൊ ഞാനൊരു ഞാൻ പാടും അവിടെ പറഞ്ഞു രണ്ടുപേരെ നമ്മുടെ പ്രേക്ഷകർക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ കളയരുത്. അല്ല ടീച്ചറെ, നമ്മുടെ ലൈഫിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ കളയാൻ പാടുണ്ടോ? കളയരുത്. പാടുന്നോ? ഒന്നും നോക്കണ്ട. ഐസ്ക്രീം രണ്ടാമത്തെ ഇപ്പൊ കിട്ടും. Looking like Anne Hathaway, laughing while she hit her pin and cuffs. Then she came up to my knees, begging, baby, would you please do the things you say you do to me. ഒരു കൈയടിച്ചേ. പാടാൻ അറിയില്ല എന്ത് ഗംഭീര പാട്ടല്ലേ. അപ്പോൾ ടീച്ചർ അടക്കം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. സണിച്ചേട്ടാ ഒരു സമ്മാനം തന്നുവിടാന്ന് പറഞ്ഞിട്ടാ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ആരാന്ന് പറഞ്ഞേ? ആരാ പറഞ്ഞേ? സത്യം പറയണം. ആരാ പറഞ്ഞു തന്നെ? ടീച്ചർ പറഞ്ഞോ? അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഏതാണെന്നറിയാമോ? കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്നാണ് ചോദിച്ചത്. സെക്കൻഡ് പേര് പറഞ്ഞു ലിസ്മറിൻ. അത് കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീരെന്നാണ്. ഒന്ന് കൈയടിച്ചേ. ലിസ്മറിന് സമ്മാനം കൊടുക്കാൻ പോവാ. സന്തോഷമായോ? ഇതൊക്കെയല്ലേ രസം. നമ്മുടെ മക്കൾ ഒരുമിച്ച് അല്ലേ? അപ്പൊ ഒന്ന് മുന്നോട്ട് വന്നിരുന്നേ. ഗംഭീര സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടി നമ്മളെ ഈ ഒരു നിമിഷത്തെ മനോഹരമാക്കിയ ലിസറിന് കൊടുക്കുകയാണ്. അപ്പോ ഹാപ്പി പൂരം. വീണ്ടും കണ്ടുകൂട്ടാം. പിള്ളേർക്കൊക്കെ ഐസ്ക്രീം ഒക്കെ വയറ് നിറച്ച് മേടിച്ചു കൊടുക്കുക. അല്ല പിന്നെ കാശ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞേ. അമ്മ കാശ് ഇഷ്ടം പോലെ ഉണ്ട്. അടിച്ച് തകർത്തിട്ട് പോരെ. അപ്പൊ ഹാപ്പി പൂരം എല്ലാവരോടും. സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടു കൂടി, ഒത്തിരി സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഓരോരോ അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തുകയാണ് പൂരം സദ്യയിലൂടെ. അപ്പോൾ ദാ വീണ്ടും ഒരു അതിഥിയിലേക്ക് എത്തുകയാണ്. നമസ്കാരം. എവിടെ നിന്ന് വരുന്നേ? അയ്യന്തോൾ. പേര്? സുധ. അമൃത. പഠിക്കണോ? അല്ല, വർക്ക് ചെയ്യാം. ഓ ശരി. മോനെ? എത്രയിലാ പഠിക്കണേ? 9th. എങ്ങനെയുണ്ട്? വൈബായോ? തിരക്കിലേക്ക് എത്തിയോ? തിരക്ക് ഞങ്ങള് 4-5 പ്രാവശ്യം എന്തായാലും വരും. ഇതിപ്പോ എത്രാമത്തെ പറയാ? ഇതിപ്പോ 3. അപ്പൊ ഇനി 2 പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ തൃശ്ശൂർക്കാര്. പക്ഷെ നമ്മളിങ്ങനെ ഇതെല്ലാം നോക്കി വെച്ചിട്ട് പോകും. അവസാനം ഒരു കൂട്ടപ്പരിച്ചിലുണ്ട്. അന്ന് നമ്മൾ മാക്സിമം വില കുറയ്ക്കും. ചേട്ടാ ഈ വിലയല്ലല്ലോ അന്ന് പറഞ്ഞത്. ബാർഗെയിൻ ചെയ്ത് ഞാൻ പറയണതേ, സത്യം പറഞ്ഞാല് നമ്മുടെ ലൈഫില് നമുക്ക് വേണമെങ്കിൽ ഈ വക സാധനങ്ങളെല്ലാം എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. അത് എന്നൊന്നും ഓർമ്മയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയാ, ആരെങ്കിലും വന്നാൽ ഇത് ഞങ്ങള് ഇന്ന വർഷത്തെ പൂരത്തിന് പോയപ്പോ ഞങ്ങൾ വാങ്ങിയതാണ്. അതെ. ഈ ഓരോ സ്റ്റാളുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആദ്യം എന്താ, രണ്ടാമത് എന്താ, മൂന്നാമത്. എന്നാലും നമ്മൾ വരും, നമ്മൾ കാണും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരു 10 വർഷത്തിനപ്പുറം ഇതിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയ ഒരു ഗ്ലാസ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഓർമ്മ. എങ്ങനെയുണ്ടോ? ഒരു ഫീൽ കിട്ടാറുണ്ടോ? പിന്നെ വാങ്ങാറുണ്ട്. ഒരുപാട് ഐറ്റംസ് വാങ്ങാറുണ്ട്. പല സാധനങ്ങൾ വാങ്ങും. ഗ്ലാസുകൾ പൊട്ടുന്നറിയാം, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ അറിഞ്ഞാലും വാങ്ങും. ഭരണികൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങുക, വെക്കുക. പിന്നത്തെ കൊല്ലം പിന്നെ വരും. ഇതിന്റെ ഇതൊക്കെ ഒന്ന് അഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഞങ്ങളെ നോക്കുമ്പോഴേക്കും പിന്നത്തെ കൊല്ലത്തെ വരവായി. ഇപ്പോഴല്ലേ കഴിഞ്ഞത് എന്ന് തോന്നും. അപ്പോഴേക്കും അടുത്ത കൊല്ലത്തെ ആയി. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രായമാകുന്നത് പോലും നമ്മള് ഈ ഓരോ പൂരക്കാലത്ത് അറിയാം. ഒരു വർഷം കഴിഞ്ഞല്ലോ. എന്ത് ചെയ്യുന്നത്? ആനിമേഷൻ. ശരി. ഇവിടെ നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ. സോവാണ്ട് ബാംഗ്ലൂർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഠിത്തം എങ്ങനെ പോണ്ട? നല്ലതാണ്. ഇപ്പൊ ക്ലാസ് തുടങ്ങാറായല്ലോ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ അവിടെ നിന്ന് എങ്ങനെയാ വരവൊക്കെ? എങ്ങനെയാ അയ്യന്തോളിനൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഞങ്ങള് പണ്ട് പൂങ്കുന്നത്തായിരുന്നു താമസം. അപ്പൊ തിരുവമ്പാടി തട്ടകത്തിൽ പെട്ടവരാ. അപ്പൊ ഞങ്ങൾ തിരുവമ്പാടി നിന്നാണ് ഇറങ്ങുക. തിരുവമ്പാടി പൂരം ഇറങ്ങുമ്പോൾ ഞങ്ങളും കൂടെ ഇറങ്ങി നായ്ക്കനാല് വരെ പോകും. രാവിലെ പോരും.
എന്നിട്ട് മടത്തിൽ വരവിൻ്റെ അടുത്ത് എത്തി ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഇറങ്ങും. വീണ്ടും ഇറങ്ങും. അപ്പൊ ഒരു 10:30-11 മണിയാവും. ഇറങ്ങും. പിന്നെയും വട്ടം കറങ്ങും, വെറുതെ വട്ടം കറങ്ങും. എന്താ ഏതാന്ന് വെച്ചാൽ അറിയില്ല. കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ പൂരത്തിന്റെ തലേ ദിവസം ഉണ്ടല്ലോ, അതായത് പൂരം നാളെയാണെങ്കിൽ അതിന്റെ തലേ ദിവസം റൗണ്ടിൽ കൂടെ നടന്നിട്ടുണ്ടോ? എല്ലാ കൊല്ലം നടക്കില്ല. ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ കൈ നോക്കണ ആൾക്കാര് സാധനങ്ങള് എന്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ അതെല്ലാം പോയി നോക്കും. ഒന്നും വാങ്ങില്ലല്ലോ. ചിലപ്പോ വാങ്ങും, ചിലപ്പോ വാങ്ങില്ല. അതൊരു വൈബന്യ എന്നൊക്കെ പറഞ്ഞാല് അത് ഭയങ്കര രസമല്ലേ? അത് ഇതിനുള്ളിൽ കൂടെ അങ്ങനെ അവിടുന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ തെക്കേ ഗോപുരനടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കും. അതന്നെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. കണ്ടില്ലേ, ആ പറമ്പ് കൂടെ കയറി അപ്പുറം കടകളൊക്കെ നോക്കി എന്താന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ, അങ്ങനെ നോക്കി പോകും. ഈ അമ്മയുടെ ഈ ഒരു ഇതൊരു നമുക്ക് കിട്ടിയിട്ടില്ലേ? എന്നാലും അത്ര കുറവാണ് അമ്മയുടെ എനർജി വെച്ച് നോക്കുമ്പോൾ. അല്ല ഏടോ, നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അറിയാം, നമ്മുടെ ഈ ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടം മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെയുള്ള തിരക്കുകളിലും ഇതുപോലെയുള്ള ആ ഒരു ഓർമ്മകളൊക്കെ അയവർക്കുമ്പോഴാണ് നമ്മുടെ മാനസികമായി അമ്മ അത് കൊണ്ടുപോയോണ്ട് നമുക്കും അത് കൊണ്ടുപോകാനുള്ള ഒരു ഇൻട്രസ്റ്റ്. നമ്മൾ ഒരുപാട് പിരിമുറുക്കങ്ങളുള്ള നാട്ടിലല്ലേ കുട്ടികളാണെങ്കിലും. പിന്നെ ഈ സമയത്ത് മാത്രം കാണുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിപ്പോ എനിക്കിപ്പോ 62 ആയി. അപ്പൊ ഞങ്ങൾ ചിലപ്പോ അപൂർവമായിട്ട് 10th പഠിച്ച ആൾക്കാരെ ഇവിടെ വെച്ച് കിട്ടും. കിട്ടും. അപ്പൊ ഫോൺ നമ്പർ വാങ്ങി നമ്മൾ പിന്നെ വിളിയായി. അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കിട്ടും. ശരിക്കും ഈ പൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൂടിച്ചേരലാണ്. പഴയ സുഹൃത്തുക്കളെയും സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന നിമിഷമാണ്. പഠിച്ചപ്പോ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണും, ഇടയ്ക്ക് ചില കൊല്ലങ്ങളൊക്കെ കാണും. അവരിൽ നിന്ന് ഇങ്ങനെ പോവും. അവര് വേറെ ഇന്ന ആളെ കണ്ടു അവിടെ നിന്ന് എങ്ങനെ പോകും. എവിടെ വീട് മോന്റെ? എന്റെ വീട് മരൂട്ടിശാലാണ്. ഞങ്ങള് പൂരം സന്ധ്യ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഇപ്പൊ പങ്കെടുക്കുന്നത്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പൂരവിശേഷങ്ങൾ ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ആന്റി ഇതിൽ വന്നു ഞങ്ങൾ കാണുമ്പോൾ നിർത്തും. നമ്മുടെ ആളല്ലേ എന്ന് പറയും. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയത് അതാണ്. നമ്മൾ ഒരു വർഷം ആവാൻ അല്ലെങ്കിൽ ഒരു വർഷം കഴിയാൻ അധികം സമയം വേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കൊറേ കാര്യങ്ങളൊക്കെ അറിയാൻ, ചിലത് മറന്നു. കേരളത്തിലെ വേറൊരു ചോദ്യം ചോദിക്കാനാ പറഞ്ഞ ആന്റിയോട്. അങ്ങനെ നിങ്ങൾ വിടാൻ പറ്റില്ല. കൊടുമുടി പുഴ അതൊക്കെ മറന്നു. ഇത് വീട്ടിൽ നിന്ന് എനിക്ക് ഈ സമ്മാനം മേടിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. പൂരത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തിന്റെ പേര് വെച്ചാൽ തുടങ്ങുന്നത്. ഞാൻ ആർക്കും ക്ലൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ക്ലൂ കൊടുക്കുന്നത്. പൂരത്തിന് ഒഴിവാൻ പറ്റാത്ത തേക്കുംകാട് അല്ല, പൂരത്തിന് നമ്മൾ അതില്ലാതെ നമുക്ക് പറ്റില്ല. അതിങ്ങനെ അപ്പൊ ഉത്തരം അടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതൊരു രസമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ. അപ്പൊ ഈ ഞങ്ങൾ തരുന്ന ഗിഫ്റ്റ് അവിടെ വെച്ചേക്കുക ഷോക്കേസില്. അടുത്ത വർഷം വരുമ്പോൾ ഓർക്കണം. ഒത്തിരി സന്തോഷം. വീട്ടിലായിരിക്കുള്ളേ? എന്റെ ഹസ്ബൻഡ് ചെയ്യണേ ആള് വെറ്റിനറി ഡോക്ടറായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, മിടുക്കനായി പഠിക്കുക, ഉഷാറാവട്ടെ എന്ന് സന്തോഷത്തോടുകൂടി വീണ്ടും പൂരത്തിന്റെ മനോഹര നിമിഷത്തിൽ കണ്ടുമുട്ടാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം എല്ലാവരുടെ പിടിച്ചോ. അപ്പൊ ഹാപ്പി പൂരം. അങ്ങനെ പൂരം സന്ധ്യയായിട്ട് ഇതാ ഒന്നും ചോദിക്കുന്നില്ല. ഈ വർഷം വേറൊരു ലെവലിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. കാരണം വെച്ചാൽ അത്രമാത്രം ക്രൗഡ് ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. ഈ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥ, വലിയ ചൂടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാമ്പിള് ഒരു അവധി ദിവസമാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് ഉയരും. തിരക്കുണ്ടോ? നല്ലോണം തിരക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ഒരുക്കങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു അല്ലേ? കഴിഞ്ഞു. ഒരു വർഷം സത്യം പറഞ്ഞാൽ കൊടിയേറ്റം കഴിഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ട് എത്തുന്ന ദിവസം അറിയില്ല. ഇന്നിപ്പോ ഇന്നലെ കൊടി കയറി, ഇന്ന് 1-ാം തീയതി, 3 ദിവസം കഴിയുമ്പോഴേക്കും സാമ്പിൾ വെടിക്കെട്ടായി. അതേപോഴേക്കും പൂരം കഴിയും. സിനിമ ഡയലോഗ് പറയുന്ന പോലെ ഒരു വർഷം പോയി അറിയില്ല. പിന്നെ ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ കാണാനുള്ള ഒരു അവസരം എല്ലാം മറക്കും. ചിന്തിക്കില്ല. ഒരു പൂരത്തിന് എന്ത് സംഭവിച്ചാൽ പോലും നമ്മൾ ചിന്തിക്കില്ല. അടുത്ത വർഷത്തെ പൂരത്തിനെ കൂടുതൽ മനോഹരമാക്കാൻ. എങ്ങനെയാണ് ഈ പ്രാവശ്യം ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ആനകളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എണ്ണം ആനകൾ കുറഞ്ഞുകൊണ്ട് കുറവാണ്. അപ്പൊ നമ്മള് പഴയ കാലത്തൊക്കെ നമുക്ക് വിശ്വസിച്ച് ആന വിടാം. അതായത് ആന ഇവിടുന്ന് പോയാൽ തെക്കോട്ട് ഇറങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചിങ്ങോട്ട് പോരും. ഇപ്പൊ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷത്തേക്കാളും ഈ ജനങ്ങളുടെ എണ്ണം കൂടുതലാണ്, അവർക്ക് ആവേശവും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ തടുത്ത് നിർത്തും തോറും അവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു അപ്പൊ
ആൾക്കാർക്ക് കുടമാറ്റത്തിന്റെ സമയത്തൊക്കെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന അവസ്ഥ, അതെ, അതെ. അതിന് വേണ്ടി തന്നെ ആൾക്കാരുണ്ട്. അതിപ്പോ എക്സിബിഷൻ തന്നെ ഞാൻ ഇപ്പോൾ സിബിയോട് പറയായിരുന്നു, എക്സിബിഷൻ തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ട എക്സിബിഷൻ തന്നെ ഇത്തവണയും കാണാൻ ഞാനിപ്പോ ആന്റിയോട് സംസാരിച്ചു പോകുന്നതാണ്. അപ്പൊ 62 വയസ്സിന് മേലെ ആന്റി പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നറിയോ, ഇവിടെയുള്ള ഓരോ സ്റ്റാളുകളും എനിക്ക് കാണാൻ പാടാണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ടെന്നും എനിക്കറിയാം. അത് ശരിയാണ്, വാസ്തവമാണ്. അതാണ് പൂരം എക്സിബിഷൻ കാണാത്ത ആൾക്കാർ തൃശ്ശൂർ ഉണ്ടാവാൻ സാധ്യതയില്ല. അവരിത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം വന്ന് കണ്ടുപോയിട്ടുണ്ടാവും. ആദ്യത്തെ ട്രിപ്പ് വെറുതെ കണ്ടുപോകും, രണ്ടാമത്തെ ട്രിപ്പ് ഒന്നുകൂടി പോവും, 5 വട്ടായി, 4ാമത്തെ ട്രിപ്പിൽ 5ാമത്തെ ട്രിപ്പിലാണ് എന്തെങ്കിലും വാങ്ങി അവർ പോവുക. എന്നാലും അവസാനം എന്തായാലും ഉഷാറാവട്ടെ. എല്ലാവിധ ആശംസകളും. പൂരം മനോഹരമായി തീരുന്നു. അങ്ങനെ പൂരം സന്ധ്യയിൽ കുറച്ച് അതിഥികൾ വരികയാണ്. ചേട്ടാ നമസ്കാരം, എവിടെ നിന്ന് വരുന്നേ? ഞങ്ങൾ ഷൊർണൂരിൽ നിന്നാണ്. ഷൊർണൂര്. അതെ. എപ്പോ പോന്നു? ഞങ്ങൾ രാവിലെ വന്നാ, കാലത്ത് വന്നു. ഞങ്ങള് ഈ കുട്ടികളുടെ ഒക്കെ വെക്കേഷൻ അല്ലേ, അപ്പൊ ഒന്ന് ടൂറൊക്കെ ആയിട്ട് ചെറിയൊരു പ്രോഗ്രാം അങ്ങനെ വന്ന ആതിരപ്പള്ളി വാഴച്ചാല്. ഇനിയിപ്പോ മെല്ലെ പോണച്ചിട്ടാണ്. പൂരത്തിന് വരാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പകുതി വരെ വരാൻ പറ്റുള്ളൂ, നല്ല തിരക്കാണ്. കുട്ടികളായിട്ട് വരാറില്ല, ആദ്യമൊക്കെ വന്നിരുന്നു, ഇപ്പൊ വരാറില്ല. അങ്ങനെ വന്ന് 35 കിലോമീറ്റർ അല്ലേ ഉള്ളൂ നമ്മുടെ അവിടെ നിന്ന്. അപ്പൊ വരും. ഞാൻ ഡ്രൈവറാണ്. പ്രദീപ്. പേരെന്താ? ആളുടെ പേരോ? അവളുടെ പേര് അവനിക. ചേച്ചി പേര്? വിദ്യ. ജോലി വല്ലതും ഉണ്ടോ ഈ വീട്ടിൽ? മോള് പഠിക്കണോ? എത്രയിലാണ്? 7ലേക്ക്. ചേച്ചി ഇങ്ങനെ പൂരം കണ്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ അവിടെ? വന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞ തിരക്ക് കൂടുതലായ കാരണം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഇവരെ കൊണ്ടുവന്നിട്ടില്ല. ഇവർക്ക് എന്തായാലും ഈ പറയുന്ന പ്രദർശനം കാണാൻ എന്തായാലും എത്തൂലേ? അതിപ്പോ നമുക്ക് അടുത്തല്ലേ, തിരക്കുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് കാണാലോ. ഇതാണ് നമ്മുടെ രസം. ഇതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ അല്ലേ ഒരു എൻജോയ്. കുട്ടികളെ കൊണ്ട് വരിക, കറങ്ങിയടിക്കുക. ഫുഡ് ഉച്ചത്തെ കഴിച്ചു, പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചു. ഇനി പോണ വഴിക്ക്. അപ്പൊ ഉഷാറാവട്ടെ. അപ്പോ ഹാപ്പി പൂരം. ഹാപ്പി. ഒരിക്കലെങ്കിലും അത് വരാൻ ശ്രമിക്കുക. സന്തോഷം. ഓക്കെ. പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിലേക്ക്, അതായത് അതിഥികളിലേക്കൊക്കെ നമസ്കാരമുണ്ട് മച്ചായി. എവിടെ നിന്നാ പറഞ്ഞേ? ഞങ്ങൾ ഗുരുവായൂർ. ഒന്ന് അടുത്ത് നോക്കാം. പേര്? വൈശാഖ്. പേര്? ഗോപിക. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഒരു വൈബുണ്ടോ? കുഴപ്പമില്ല. വരാറുണ്ടോ? വരാറുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൂരത്തിന്റെ നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? എന്താ അടിപൊളിയല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ സമയ പ്രദർശനത്തിനാണോ, സാമ്പിൾ ആണോ? നമ്മളെല്ലാത്തിനും വരാറുണ്ട്. നമ്മൾ ഇവിടുത്തെ തന്നെയുണ്ട്, നമ്മളെല്ലാവരും പൂരത്തിന് എല്ലാവരും ഉണ്ടാവാറുണ്ട്. നമ്മൾ ആള് നാട്ടുകാരി തന്നെയാണോ? പുള്ളി പക്കാ തൃശ്ശൂർ. നമസ്കാരമുണ്ട്. ഞാൻ അമ്മയോട് ചോദിക്കാതെ പൂരത്തിന്റെ ഒരുക്കം അവിടം വരെ ആയിരുന്നു ചോദിക്കാതെ. അപ്പൊ പറയാതെ ഞങ്ങൾ എല്ലാ ചടങ്ങിനും വന്ന ആൾക്കാരാന്ന് പറയാം. നമുക്ക് അത് വിട്ടിട്ടൊരു ഇതില്ല. ഈ പ്രദർശന നഗരിയിൽ എത്ര പ്രാവശ്യം വരാറുണ്ട്? ഒരു പ്രാവശ്യം വരുള്ളൂ. ചില ആളുകൾ 2-3 വട്ടമൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എന്തായാലും പൂരത്തിന്റെ ബന്ധുക്കളൊക്കെ വിളിച്ചു കഴിഞ്ഞോ? എല്ലാവരും വിളിച്ചു. അകലങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടോ? ബാംഗ്ലൂര്. അവർക്ക് എന്നെത്ര തലേദിവസത്തും? എങ്ങനെയാണ് പൂരത്തിന്റെ വൈബ്? നല്ലതാണ്. അപ്പൊ എന്തായാലും ഹാപ്പി പൂരം. എൻജോയ് ചെയ്യാം. സന്തോഷം. കാണാം. പേര് വിട്ടു? വൈശാഖാണ്. നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരുന്നേ? ഞങ്ങൾ ചാലക്കുടി. അപ്പൊ ഒന്ന് പരിചയപ്പെടാം. പേര്? അനുകൃഷ്ണൻ. എങ്ങനെയാണ് പൂരത്തിന്റെ ഒരു വൈബിലേക്ക് എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുന്നു. വരാറുണ്ടോ ഇവിടെ സ്ഥിരമായിട്ട്? വരാറുണ്ട്. പേര്? അനുപമ. ഓക്കെ. അപ്പൊ നല്ല പേരും ഇതാണ്. ഈ പ്രാവശ്യം എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? എന്നത്തേക്കാണ്? വരണം. പഠിക്കുക. എന്താ ചെയ്യണേ? വർക്ക് ചെയ്യണം. ഉഷാറാവട്ടെ. താങ്ക് യു. പൂരം സന്ധ്യയിൽ മനോഹര നിമിഷത്തിൽ നമസ്കാരമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓടുന്നവർ ഓടട്ടെ. പേര്? പ്രണന്യ. എവിടെ വീട്? മലപ്പുറം പൊന്നാനി എന്നാണ് വരുന്നത്. സിസ്റ്റർ പേര് പറഞ്ഞു? പ്രണവ്. മലപ്പുറത്താണോ? മലപ്പുറംകാർക്ക് എങ്ങനെ കൊണ്ട് തൃശ്ശൂര് കാണുമ്പോൾ? അടിപൊളി. ആദ്യത്തെ തവണയാണോ? അല്ല, സ്ഥിരമായിട്ട് വരാറുണ്ട്. പൂരം കണ്ടിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇത് എക്സിബിഷൻ വരും അല്ലേ? മോള് കണ്ടിട്ടുണ്ടോ? പൂരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇതിനാദ്യമായിട്ടാണോ? ഈ എക്സിബിഷൻ ആദ്യമായിട്ടാണോ? എന്തായാലും ഒത്തിരി സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. കേരളത്തിൽ എത്ര വിമാനത്താവളങ്ങളുണ്ട്? 5. ഇല്ല, അടുത്ത് വരുന്നുണ്ട്. ക്ലൂ തരാം ഞാൻ. 3 അല്ല, അടുത്ത് വരുന്നത്. അതിന്റെ ഇടയ്ക്കിടയ്ക്കും വരുന്നതിന് ഇതാവും. 4. ഉത്തരം ശരിയാണ്. പേരെന്ന് പറഞ്ഞേ? പ്രണവാണ്. അപ്പൊ പ്രണവ് പ്രണവ്യാണ്. പ്രണവ്യ ഈ സംസാരത്തിൽ നിന്ന്
ഓടിപ്പോകാതെ ഫുൾ ടൈം ഇവിടെ നിന്ന് സമ്മാനം മേടിച്ചിരിക്കുകയാണ്. അതാണ് വേണ്ടത്. നമുക്ക് ഒരു വൈബാണ്. ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കാനുള്ള പവർ കാണിക്കുക. കൺഗ്രാറ്റ്സ്. എന്താ ചെയ്യണേ? ഞാൻ +2. അപ്പോൾ ഒരു കിടിലൊരു സമ്മാനം ഞങ്ങൾ എന്തായാലും കൊടുക്കാൻ പോവുകയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു സമ്മാനം. മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വന്ന് സമ്മാനം മേടിച്ചിട്ട് പോവുകയാണ്. പൂരം കാണാൻ അടുത്ത പ്രാവശ്യം വരുമോ? വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഹാപ്പി ആയോ? ഹാപ്പി. പേര് പറഞ്ഞോ? പേര് ചന്ദ്രൻ. എവിടെ നിന്ന് പറഞ്ഞേ? പൂമല. പേരെന്താണാവോ? മണി. സജിത. നിരുപമ. ധനുഷ. നാട്ടിലാണോ അതേ പ്രവാസിയാണോ? നാട്ടിലാണ്. എന്താ ചെയ്യണേ? ഡോക്ടർ. ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ കൈ കിട്ടിയിരിക്കുകയാണ്. ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? കമ്മ്യൂണിറ്റി മെഡിസിൻ. അപ്പൊ ഇവിടെ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലാവസ്ഥയൊക്കെ? ഭയങ്കര പ്രശ്നമാണോ? നല്ല ചൂടാണ്. അപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? കഷ്ടപ്പാടാണ്. അധികം ചൂട് തിറങ്ങാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കണം അല്ലേ? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, പച്ചവെള്ളം കുടിക്കണം. ഒരു ഡോക്ടർ കിട്ടുമ്പോൾ ചോദിക്കണ്ടേ? പിന്നെ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കണം. സാധാരണ ഡോക്ടർ നമ്മളോട് പറഞ്ഞു എന്ത് ചെയ്യണം? വീട്ടില് പരിപാടിയാണോ? അതോ പൊതുപ്രവർത്തനം? ഈ പൊതുപ്രവർത്തനം ഭയങ്കര ആരോപണങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? അത് എല്ലാം ശരിയാകണമെന്നില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചില ആൾക്കാർ പറയില്ല ആ ശരിയായില്ല, അത് മാങ്ങയെല്ലാം മാവിലേ എറിയുള്ളൂ. അതുകൊണ്ട് അതാണ് കാര്യം. എന്താ ചെയ്യുന്ന ആളുകൾക്ക് വിമർശനം ഉണ്ടാവുള്ളൂ. മെമ്പറാണെന്നോ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പേരെന്ന് പറഞ്ഞേ? പേര് ചന്ദ്രയുടെ. മുളങ്ങന്നത്താണല്ലോ. മുളങ്ങന്ത ഏത് വർഷത്തിലായിരുന്നു? 95-2000 കാലഘട്ടങ്ങളിലെ മുളങ്ങത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആട്ടോ. ചെറിയ പുള്ളിയൊന്നുമില്ല, വേറെ ലെവലായിരുന്നു. 2000-2010 ബ്ലോക്ക് പഞ്ചായത്ത്. എന്തിനാ കുറക്കണേ ഡോക്ടറെ? എന്തല്ലേ വേറെ ലെവൽ. ഞാൻ ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ എങ്ങനെയായിരുന്നു? എന്താ വെച്ചാൽ ആളുകളുടെ സഹകരണമൊക്കെ എത്രത്തോളം? കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന കാലഘട്ടമായിരുന്നു 95-2000. ജനകീയാസൂത്രണം ആദ്യം നടപ്പിലാക്കുന്ന സമയത്താണ്. അന്ന് കുറെ കൂടി ജനങ്ങളുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വികസന പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോകാനും കഴിഞ്ഞൊരു കാലമായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രയില്ല. ഇപ്പൊ എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുറച്ചുകൂടി ജനകീയ സ്വഭാവം വീണ്ടും കുറഞ്ഞുപോയി. ജനപങ്കാളിത്തം കുറഞ്ഞു. രാഷ്ട്രീയത്തിലും ഈ പറയുന്ന മൂല്യച്യുതിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയത്തില് പഴയ ഒരു തലമുറയുടെ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിന്റെ ജനറേഷന്റെ വ്യത്യാസമായിരിക്കാം. അമ്മ ഒന്നും മിണ്ടാതിരിക്കണേ. എവിടെ വരെ ആയി പൂരം? പൂരമൊക്കെ അടുത്ത് വരുന്നു. ആള് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ആക്കി തിരക്കിനിടയ്ക്ക് പൂരമൊക്കെ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടോ? വരാറുണ്ട്. അത് വേണം നമ്മുടെ ലൈഫിൽ. നമുക്ക് കിട്ടുന്ന സമയം അല്ലേ, അത് എൻജോയ് ചെയ്യണം. അതാണ് നമുക്ക്. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അത്രേ ഉള്ളൂ. എന്താണ് നമ്മളെ പഠിക്കണോ? എന്താണ് പഠിക്കുന്നത്? 9th-ലേക്ക്. എങ്ങനെയുണ്ട്? എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഡോക്ടർ എവിടെയാണ് സ്ഥലം? ഏത് ഹോസ്പിറ്റലാണ്? ചെറുതുരുത്തിലാണ്. അപ്പൊ ഡെയിലി പോയിട്ട് വരുമോ? അവിടുന്ന് അധികം ദൂരം ഇല്ലോ അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. ഒരുപാട് രോഗികളെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ സന്തോഷം. കൂടുതൽ ആള് വരണം എന്ന് പറയും, പക്ഷെ രോഗികളെ സംബന്ധിച്ച് പറയുമ്പോൾ ആളുകൾ കുറഞ്ഞു വരണം എന്ന് വിചാരിക്കും. അതിൽ ഒരു ഡോക്ടറുടെ ശീലം അതാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് രോഗികൾ കുറയണമെന്ന് വിചാരിക്കണവരോ എന്താന്ന് വെച്ചാൽ അവർ ഗവൺമെന്റ് സർവീസിലുള്ള. അപ്പൊ അമ്മ കൃത്യ ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം ഉത്തരം പറയുന്നത് സമ്മാനമാണ്. അപ്പൊ പൊതുവായിട്ട് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. സിമ്പിൾ ചോദ്യം ഡോക്ടറെ. അമ്മ പഠിച്ചു വന്നിരിക്കും. പേര് പറഞ്ഞേ? സജിത. ആന്റി ഇപ്പൊ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചത് ചെമ്പഴന്തി അല്ലേ? കൃത്യം ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ആളങ്ങനെ പത്രമൊക്കെ നന്നായിട്ടൊന്നും എങ്ങനെ വായിക്കാണ്ടിരിക്കും? ബ്ലോക്ക് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ മെമ്പർ അല്ലേ? പ്രസിഡന്റ് വായനക്കാരിയാണ്. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ റിട്ടയർ ചെയ്ത ആളാ. ചെറിയ ആളല്ലോ. അപ്പൊ ഒത്തിരി സന്തോഷം. ബാങ്കിന്റെ ഡയറക്ടറാണ് ഇപ്പോ. അപ്പൊ പിന്നെ ഒന്നുമില്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞു. ജോലി റിട്ടയർ ചെയ്തു. ഓ ശരി. അപ്പൊ ഒഴിവ് സമയങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാ? നേരം പോക്ക് എങ്ങനെയാ? നേരം പോക്ക് എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം ഒരിക്കലും വിശ്രമമില്ല. നമ്മുടെ സ്വന്തം കാര്യം കഴിഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ കൃഷിയുണ്ട്. അവിടെ നല്ല തെങ്ങുണ്ട്, റബ്ബറുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വെള്ളമുള്ള സ്ഥലമാണല്ലോ. എല്ലാം കുഴപ്പമില്ല. അപ്പൊ ഉഷാറാവട്ടെ. ഞങ്ങൾ മൊത്തം സഹകരണ മേഖല പ്രവർത്തിക്കുന്നവരാണ്. സഹകരണ അടിസ്ഥാനത്തിൽ പോട്ടെ. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് സംഘത്തിന്റെ പ്രസിഡന്റാണ്. ഒരു 45 വർഷമായിട്ട് സഹകരണ മേഖല ഉണ്ട്. മൊത്തം ഈ പറയുന്ന തിരക്കുകളുടെ ലോകത്താണ്. അതിനിടയ്ക്കാണ് വന്നത്. അതെ. അപ്പൊ ഡോക്ടറെ ഹാപ്പി ആയില്ലേ? അമ്മ സമ്മാനം അടിച്ചിരിക്കുകയാണ്. കൊടുത്താലോ? അപ്പൊ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം അമ്മയ്ക്ക് നൽകിയാണ്. അത് കൈയടിച്ചേ. ഹാപ്പി ആയോ? സന്തോഷം. അപ്പൊ ഹാപ്പി പൂരം.
എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുകൂട്ടാം. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടാട്ടോ. ഓ സന്തോഷം. അപ്പൊ എന്തായാലും പൂരം സന്ധ്യയിൽ കൂടുതൽ അതിഥികളിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ പൂരം സന്ധ്യയിൽ വീണ്ടും കുറെ അതിഥികളിലേക്ക് വരികയാണ്. നമസ്കാരം, പേരെന്താണോ? രമ്യ. രമ്യ, എവിടെ സ്ഥലം? തൃശ്ശൂര്. നമ്മുടെ തൃശ്ശൂര്. പേര് രമണി. എത്ര മണിക്കുള്ളിൽ കയറി? 5 മണിക്ക്. 5 മണിക്ക് കയറി. എന്ത് വാങ്ങി തന്നു? അമ്മ അങ്ങോട്ട് വാങ്ങിയോ? വാങ്ങിക്കൊടുത്തു. എന്റെ പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വരാറുണ്ട്. പകൽപൂരത്തിനാണോ സ്ഥിരമായിട്ട് വരുന്നത്? അതെ. വരാത്തില്ല. ഞാനൊരു ഗായികയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊണ്ട് 2 പേരും ഒന്ന് പാടി തന്നെ. ഒരു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു കലാകാരിയെ, നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മൂടിയില്ലേലും മുല്ലപ്പൂവിൻ നിറമില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അതിഥികളിലേക്ക് വേഗം പോവാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് പോവാം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം? മൂന്നാർ. എന്തായാലും പഠിച്ചിങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉത്തരം കറക്റ്റാണ്. കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണെന്ന് ഞാൻ ചോദിച്ചത് മൂന്നാർ. മൂന്നാർ പോയിട്ടുണ്ടോ? മൂന്നാർ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൂന്നാർ? നല്ല അടിപൊളി സ്ഥലമല്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പുള്ള സമയത്തൊക്കെ പോകണല്ലേ? ഇത്തവണത്തെ പൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിക്കാനായിട്ട് PSC ശ്രമിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞു വരുന്നത്. ഇത്തവണ ഈ എക്സിബിഷൻ കാണാൻ ഫ്രീ ടിക്കറ്റ് ആയിട്ട് കോർപ്പറേഷന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടിയ കാരണം ഞങ്ങൾ പോകുന്നതാണ്. ഇപ്പൊ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാണ്. കുത്തിയിരുന്ന് പഠിച്ച്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2 ഗുണം. ഇതുപോലെ ജോലിയും കിട്ടും, അതുപോലെ തന്നെ ഇതുപോലെ പ്രദർശനഗിരികൾ വന്നാൽ കിടിലൻ സമ്മാനമായിട്ട് പോകാൻ പറ്റും. എന്തായാലും ഹാപ്പി ആയോ? ഹാപ്പി, ഡബിൾ ഹാപ്പി. അപ്പൊ കേരളാവശ്യം ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. അപ്പൊ ഹാപ്പി പൂരം. ഹാപ്പി പൂരം. അപ്പോൾ പൂരസന്ധ്യയിൽ മനോഹരമായ നിമിഷത്തിലേക്ക് സ്വാഗതം. പേര്? കൃഷ്ണ. എവിടെ വരുന്നത്? ട്രിവാൻഡ്രം. പേര്? ലയ. എത്രയല്ല പഠിക്കണേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ തൃശ്ശൂര്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? വന്നതാണല്ലേ? പൂരം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഇപ്രാവശ്യം ഇങ്ങനെ കാണാൻ താല്പര്യമുണ്ടോ? ഞങ്ങള് ഇവിടെ വന്നിട്ട് നാളെ നമ്മള് വിഷ്ണുമായ ക്ഷേത്രം ഗുരുവായൂർ ഗുരുവായൂർ പോകുമ്പോ ഒന്ന് ഇവിടെ ഒന്ന് കയറി. ഈ ഒരു വലിയൊരു തിരക്ക് കണ്ടപ്പോ എന്ത് തോന്നി? എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ എക്സിബിഷൻ ഇവിടെ നടക്കണം, അങ്ങനെ പിന്നെ കേറി. എനിക്കറിയില്ല. ഞാൻ അവിടെ ആറ്റുകാൽ പൊങ്കാല ഇതിലും വലിയ ക്രൗഡ് ഉണ്ടോ ശരിക്കും അവിടെ തിരുവനന്തപുരത്ത്? ഉണ്ടല്ലേ? പക്ഷെ ഇത് വേറെ ലെവലാട്ടോ. കേറിയില്ല. അപ്പൊ ഒന്ന് കയറി ചിറ്റി അടിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയും ചേട്ടാ സൂപ്പർ ആയിട്ടെന്ന് പറയും. ക്യാഷ് അല്ലല്ലോ, നമ്മുടെ രസമല്ലേ. ഇനി എന്നാ തിരിച്ചെങ്ങനെയാ തിരുവനന്തപുരത്തേക്ക്? എന്നാ ട്രിവാൻഡ്രം 4-ാം തീയതി 4-ാം തീയതി എത്തും. അപ്പൊ പൂരത്തിന്റെ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തില് വലിയ ഹാപ്പി ആവുന്നുള്ളൂ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ആസ്വദിക്കുമ്പോ. തീർച്ചയായും. വടക്കണ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യം വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് നടക്കണം എന്നറിഞ്ഞുകൊണ്ട് ഞാൻ കയറിയിട്ട് പോകുന്നത്. ഈ ഒരു ക്രൗഡിനുള്ളിൽ പോകുമ്പോൾ ഭയങ്കര ലെവലാണ്. പാട്ട് പാടി തരുമോ? ഒരു 2 പാട്ടി. എന്ത് ചെയ്യണം മെയിനായിട്ട്? മോഡലിംഗ് ചെയ്യുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ മൊത്തത്തിൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഉഷാറാവട്ടെ. ഹാപ്പി പൂരം. ഒത്തിരി സന്തോഷം. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം സ്ലാങ് അല്ല. ഞാൻ ആക്ച്വലി കൊല്ലമാണ് എന്റെ സ്ഥലം. ഹസ്ബൻഡിന്റെ വീട് കൊല്ലം കണ്ടാലും വേണ്ട. ഹസ്ബൻഡ് വീട് തിരുവനന്തപുരമാണോ? ഹസ്ബൻഡ് ട്രിവാൻഡ്രമാണ്. അങ്ങനെ പിന്നെ സ്ലാഗ് എങ്കിലും നമ്മള് വെഞ്ഞാറമൂട് സ്ലാഗ് ആണ് യഥാർത്ഥത്തിൽ. ശരിക്കും ആ വെഞ്ഞാറമൂട് സ്ലാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുരാജ് പറയുന്ന ആ സ്ലാങ് ഒക്കെ അത് ശരിയാണോ? ചിലത് ഓക്കെ, ചിലത് എന്തൊരു പറയണത് അല്ലെ? അത് അങ്ങനെ തന്നെയാണോ ശരിക്കും അവിടെ? അവിടെ ഓരോ ഗ്രാമപ്രദേശങ്ങൾ അതേ രീതിയിൽ തന്നെയാണോ? തീർച്ചയായും. കാരണം സുരാജ് വെഞ്ഞാറും അതൊരു ആക്ടിങ് അങ്ങനെ പോലെയല്ല, അതേപോലെ തന്നെയാണ് സ്ലാങ് അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഈ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ സിനിമയിൽ കേൾക്കുന്ന സംഭാഷണ ശൈലിയൊക്കെ ഉണ്ട് അവിടെ. തീർച്ചയായിട്ടും. അല്ലാണ്ട് നമ്മളത് ഏച്ചു കെട്ടിയൊന്നും പറയുന്നതല്ല. ഇല്ല. കാരണം ഞാൻ എന്റെ
ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ ആയിരുന്നു. അപ്പോഴ് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോഴത്തെ ഇവിടുത്തെ സ്ലാഗ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ചിലത് മനസ്സിലായില്ല. തുറപ്പാന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ചൂരെന്ന് പറയും. അപ്പം ഇവിടെ ഇങ്ങനെ തുറപ്പെന്ന് പറയും. അപ്പൊ ചില പിന്നെ എന്തിനു പറയണം അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ആരെ കണ്ടു നമ്മളിപ്പോ ചോദിക്കും തൃശ്ശൂർ ഭാഷ എന്തിട്ട് പറയണേന്ന് ചോദിക്കും അല്ലെ, എന്തിട്ട് കെട്ടിന്ന് ചോദിക്കും. അവിടെ നമ്മൾ എന്താ പറയാ, എന്തിനു പറയണേ അല്ലേ? ഞങ്ങളവിടെ എന്താ പറയണ അങ്ങനെയൊക്കെ ഉള്ളു. എന്തായാലും ഉഷാറാവട്ടെ, സന്തോഷം, പൂരം എൻജോയ് ചെയ്യാ. ചക്കരെ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയിട്ട് പോവാട്ടോ. അപ്പൊ മോഡലിംഗ് ഒക്കെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകട്ടെ. അപ്പൊ ഹാപ്പി പൂരം കൊടുത്തേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഹാപ്പി. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തിൽ നിറഞ്ഞ ഒരു സായന്തനത്തിൽ ഞങ്ങൾ വീണ്ടും ഇന്നത്തെ ദിവസത്തിന് തൽക്കാലം ഒന്ന് വിരാമം കുറിച്ചുകൊണ്ട് നാളെ ഇതേ സമയം ഇതേ നേരം കൂടുതൽ അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ കടന്നു വരികയാണ്. പൂരത്തിൻ്റെ ദിവസത്തിന്, അതായത് പൂരത്തിൻ്റെ കാത്തിരിപ്പിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ വൈബിലേക്ക് നമ്മൾ പതുക്കെ നടന്നെടുക്കുകയാണ്. 2025 പൂരത്തിൻ്റെ താളത്തിൻ്റെ മേളത്തിൻ്റെ ആവേശത്തിൻ്റെ കൊടുമ്പിലേക്ക് നമ്മൾ പതുക്കെ പിച്ച് വെച്ച് നടക്കുകയാണ്. അപ്പോൾ നാളെ കാണാം ഇതേ സമയം ഇതേ നേരം പൂരം സന്ധ്യ.